guys, welcome back to Beatos. Guys, ഇന്നത്തെ വീഡിയോയിൽ find the object ഒന്ന് കീറിയ കുപ്പായി ഇട്ട് വന്നേക്കുന്ന നല്ലൊന്നുമില്ലേ? സൈലോ? ഏത് സൈല്? അതിന് കീറിയത് നല്ലൊന്നുമില്ലേ? വേറെ ആരെങ്കിലും ടീഷർട്ട് കൊടുത്താണെന്നുള്ളിലത്തെ ടീഷർട്ട് ഒക്കെ കാണുന്നത് ഇത് ഫാഷൻ ആത്ര ഫാഷൻ അത് പറഞ്ഞ കാര്യമില്ല. വിഷമായി ആ പോട്ട് ഓക്കെ ഗായ്സ്, അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഗായ്സ് ഒക്കെ ഫൈൻഡ് ദ ഒബ്ജക്ട് ചാലഞ്ച് ആണ്. സോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ ചാലഞ്ചിൽ നമ്മൾ ആമീസ് പങ്കെടുക്കുന്നുണ്ടേ. തോക്കാൻ റെഡി ആക്കുക ഗായ്സ്. അപ്പൊ നമ്മുടെ ചാലഞ്ച് ഗായ്സ് ഒക്കെ അപ്പൊ ആമീസ് പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ കെംസ് കോമന്റ് ഉണ്ട്, അതുപോലെ റാഷിക് ടീമിന്റെ ഗായ്സ്. അപ്പൊ ഫൈൻഡ് ദ ഒബ്ജക്ട് ആണ് ഗായ്സ് ചാലഞ്ച് ഉള്ളത്. സോ അതിനുവേണ്ടി ഗായ്സ് ഇവിടെ ക്രൂ നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് പിക്ചേഴ്സ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഒരു പിക്ചർ കാണിക്കും, ആ ഒരു പിക്ചറിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നോക്കുക, പെട്ടെന്ന് എഴുതുക. ഓക്കെ, പക്ഷെ ആ പിക്ചർ നമുക്ക് കാണിക്കുന്നത് വെറും 30 സെക്കൻഡ് മാത്രമാണ് നമുക്ക് ആ പിക്ചർ കാണിക്കുക. സോ ആ പിക്ചറിൽ എന്തൊക്കെ ഉണ്ടെന്ന് അപ്പൊ നമ്മൾ മൈൻഡിൽ കേട്ടണം, എന്നിട്ട് നമ്മൾ എഴുതണം ഗായ്സ്. ഒക്കെ പറയലല്ല, അവിടെ എഴുതലാണുള്ളത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ പിക്ചർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം കേട്ടോ. അല്ല പിക്ചർ അല്ല അതിന്റെ പേര് ഏതാ? അയ്യോ അതിന്റെ പേര് ഞാൻ വയ്യ. ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്ന സാധനം. ഓക്കെ, ബാസ്കറ്റ് ബോള്, പിസ്സ, പാന്, പിന്നെ ടെഡി, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഏതാണത്? മ്യൂസിക്. അത് മിസ്സായി പോയി. ബോള് അങ്ങനെ ബാസ്കറ്റ് ബോൾ. ബാസ്കറ്റ് ബോൾ അത് വോളിബോൾ ആണത്. ഈ ബാസ്കറ്റ് ബോൾ അല്ല, അത് വോളിബോൾ എന്നല്ല, ബാസ്കറ്റ് ബോൾ. അതെ, അത് ബാസ്കറ്റ് ബോൾ. വോളിബോൾ അങ്ങനെയല്ല, വോളിബോൾ അങ്ങനെയല്ല. അപ്പൊ നീ എന്ത് ചെയ്ത്? ഞാൻ ബാസ്കറ്റ് ബോൾ എഴുതി. ബാഗല്ല, ഫസ്റ്റത്തെ ബാഗല്ലേ? ഫസ്റ്റത്തെ ബാഗ് അത് ബ്രെഡ് ടോസ്റ്റ് പിന്നെ ഡോള് ടെഡിയറാ, പിസ്സ, ഓംലെറ്റ് ഇൻ പാൻ. ഓ, അത് കറക്റ്റ് ചെയ്തല്ലോ. അപ്പൊ പിന്നെ ബാസ്കറ്റ് ബോൾ എഴുതി കൂടെ? ഓംലെറ്റ് അല്ലേ അത്? പിന്നെന്താ? എന്നാ വെട്ടിക്കോ. അത് ഞാൻ ഓംലെറ്റ് എന്ന് വിചാരിച്ചു. അപ്പൊ എത്ര ശരിയായി? 4 ശരിയായി. മോളുടെ ടോസ്റ്റ്, ബാസ്കറ്റ് ബോൾ, പാൻ, പിസ്സ. എത്ര എഴുതി? എത്ര ശരിയാക്കിയില്ലടി? 1 2 3 4 എടി 4 നീ ശരിയാക്കിയില്ലേ ആമീസേ? കൊമ്പന് 4, ആമീസ് 4. ബുദ്ധിയൊക്കെ ഉദിക്കും, ഇതിൽ ബ്രെയിനൊക്കെ ഒന്ന് ഉണരും കളി തീരുമ്പത്തിനും. പക്ഷെ മ്യൂസിക് നല്ല മിസ്സായി പോയിട്ടോ. അതിൽ 6 സ്കോർ ചെയ്യാൻ ഈസി ആയിരുന്നു ആക്ച്വലി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത റൗണ്ട് നോക്കാം. മ്യൂസിക് അല്ല സത്യം പറഞ്ഞത്, പിന്നെന്താ? റിതമാണ്. റിതം എന്നാണ് പറയണേ, പോടാന്ന മ്യൂസിക്കാ. അടുത്ത 3 2 1. അതെന്താ ലാസ്റ്റത്തെ? ഓക്കെ, വീണ്ടും ഞാൻ മറന്നുപോയി. ഞാൻ ഒരെണ്ണം മറന്നുപോയി. എന്നാലും അത് 1 2 മൂന്നാമത്തെ എന്താന്ന് കിട്ടുന്നില്ലല്ലോ. വീണ്ടും ഞാൻ മൂന്നാമത്തെ മറന്നു. കഴിഞ്ഞ റൗണ്ടിൽ മൂന്നാമത്തെ മറന്നു, ഈ റൗണ്ടിൽ മൂന്നാമത്തെ മറന്നു. ഓക്കെ, സോ ഞാൻ വയ്യ. മങ്കി, ചീസ്, ബാസ്കറ്റ് ബോള്, പിന്നെ ഗെയിമിംഗ് പാഡ്. അതിന്റെ പേര് അതല്ലേ, ഗെയിമിംഗ് പാഡ് എന്ന് എഴുതി. പിന്നെ വൈറസ് ആണോ അത്? ഗെയിമിംഗ് പാഡാ? കൺട്രോളർ അല്ലേ ഇത്? കൺട്രോളർ അല്ലേ ഇത്? ഓ ബ്രോ, ബൾബ് മിസ്സായില്ലേ ഗൈസ്? ഞാൻ വീണ്ടും പറഞ്ഞ മിസ്സാക്കി. അപ്പൊ 5 ലൈറ്റ് ആണ് ഞാൻ മിസ്സാക്കിയല്ലേ? നീ എന്താ എഴുതി? നീ ഏതൊക്കെ എഴുതി പറ. ലൈറ്റ്, മങ്കി, ചീസ്, ഭാഗം എഴുതിയ ബാസ്കറ്റ് ബോൾ ആയിരുന്നല്ലേ? സോറി. എന്താ എല്ലാരും വേഗം. ഗെയിമിംഗ് കൺട്രോളർ, മറ്റേ ലാസ്റ്റ് അമീഗോ. അമീഗോയോ? അമീഗോസ് എന്ന് പറയല്ലോ മറ്റേ. എന്താണ് കൊമ്പ വെയ്യ നിനക്ക്? അമീഗോസോ? എന്ത് കഥ ഇത്? എത്ര ശരിയാ? 3. ആമീസിന് വായിക്കണോ? മങ്കി, ബാസ്കറ്റ് ബോൾ, ഗെയിമിംഗ് റിമോട്ട്, ജെംസ്, ചീസ്. അപ്പൊ എത്ര? 1 2 3 4 5. ആമീസ് 5 സ്കോർ ചെയ്ത്. ഇങ്ങനെ സ്കോർ ചെയ്തിട്ട് ആമീസ് ഇങ്ങനെ സ്കോർ ചെയ്ത് ചാനലിൽ നിന്ന് പുറത്താക്കും നമ്മള്. എനിക്ക് അവസാനം അതിരിക്കാൻ വേണ്ടിയാ.
ഇതില് കൊമ്പ നീ തോറ്റിയാണല്ലോ ഗൈസ്. അല്ലെങ്കിൽ കുറെ ചാലഞ്ച് ആയിട്ട് കൊമ്പ ഇപ്പൊ ലാസ്റ്റ് ആണുള്ളത് ഗൈസ്. അപ്പൊ നമ്മൾ റൗണ്ട് 2 ആണ് ഗൈസ് ഒക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് പോയി പിന്നെ കളർ കൊടുക്കാം, പിന്നെ കളർന്നിരിക്കുന്നത് ഗൈസ്. ഗൈസ് അപ്പൊ നമ്മൾ റൗണ്ട് 2 എങ്ങനെ നടക്കുന്നത് വെച്ചാൽ ഗൈസ് ഇവിടെ ടോട്ടലി ഈ റൗണ്ടില് 20 ഒബ്ജക്റ്റ് ആണ് ഗൈസ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു ഫോട്ടോയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ സ്ക്രോൾ ചെയ്തായിരിക്കും കാണിക്കുന്നത്. സോ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് 2 സെക്കൻഡ് മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് വീട് സ്ക്രോൾ ചെയ്യും, 2 സെക്കൻഡ് വീട് സ്ക്രോൾ ചെയ്യും. അങ്ങനെ 20 ഫോട്ടോ ആയിരിക്കും അല്ലെങ്കിൽ 20 ഒബ്ജക്റ്റ് ആയിരിക്കും ഗൈസ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ 20 ഒബ്ജക്റ്റിന്റെ പേര് എഴുതുന്നുണ്ട്, 20 ഒബ്ജക്റ്റും. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ? 3, 2, 1. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. ഇതെല്ലാം മറന്നുപോയി. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. 1, 2. Okay. ഓക്കെ Time starts now. ഞാൻ മറന്നില്ലേ അല്ലേ? Try again. അയ്യോ ഗൈസ് ഒന്നും ഓർമ്മയില്ല. 20 കാണിച്ചിട്ട് എത്ര എഴുതി എഴുതി. ഓക്കെ ഗൈസ് ഓക്കെ. അപ്പൊ ഞാൻ എഴുതിയത് വായിക്കാം, അതിലുണ്ടോ ഇല്ലയെന്ന് പറയാം. ഓക്കെ. ബനാന, ബാറ്ററി, ക്ലിപ്പ് മറ്റേ ഡ്രസ്സ് തൂക്കിടുന്ന ക്ലിപ്പ്, പിന്നെ ഹെഡ്ഫോണ്, പിന്നെ കാസറ്റ് മറ്റേ പാട്ട് വെക്കണ പറയാ ആ സാധനം, പിന്നെ റുബിക്സ് ക്യൂബ്, പിന്നെ ത്രോയിങ് ആരോ അങ്ങനെ അറിയുന്ന സാധനം എറിഞ്ഞിട്ട് ഇങ്ങനെ കുത്തി നിൽക്കും. എന്നാ ത്രോയിങ് ആരത്. പിന്നെ പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ്, പിന്നെ സ്പൂണ്. ഇത്രയാണ് എഴുതിയത്. മിസ് വായിക്ക്. സ്പൂണ്, ബനാന, റോളർ, സ്പിന്നർ, ഹെഡ് റോളർ എന്താ? മറ്റേ ഓരോന്നോരോന്നായിട്ട് സ്പൂണ്, ബനാന, ഓരോന്നായിട്ട് വായിക്കട്ടെ. റോളർ, സ്പിന്നർ, ഹെഡ്ഫോൺ, ലൈറ്റ്. ലൈറ്റ് ഉണ്ടോ? ബൾബ് അതൊക്കെ മാന്നറാ. ഓക്കെ. വില്ല്. വില്ല് ആദ്യം കാണിച്ച വില്ലല്ലായിരുന്ന? വില്ലല്ലടാ, അമ്പ്. എടാ വില്ല് മറ്റേതാണ്, അമ്പാണ് മറ്റേ. അമ്പാണത്. എടാ മറ്റേ ത്രോയിങ് ആരാണ് അത്, മറ്റേ ഇങ്ങനെ ബോർഡിലോട്ട് എറിയുന്ന കളിക്കുന്ന സാധനം അതായിരുന്നാ? ബനാന, പിന്നെ ബാറ്ററി, ഗണ്ണ്, ഗണ്ണുണ്ടായിരുന്നു, ഷൂ, ക്ലിപ്പ്, പമ്പരം, കൈയിട്ട് ഇറങ്ങണ ഒരു പമ്പരം ഇങ്ങനെ. എടാ അത് സ്പിന്നറാണ്. എടാ സ്പിന്നറിന്റെ മലയാളം വേണം എന്താ? സ്പിന്നറിന് കടന്ന് കറങ്ങാ. സ്പിന്നർ പമ്പരം. പക്ഷെ കുട്ടി സ്പിന്നറിന് എഴുതി, ഞാൻ മലയാളത്തിൽ എഴുതി. ഞാൻ മലയാളം മീഡിയം ആയിരുന്നു. ഗൈസ് അപ്പൊ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫോട്ടോ ആണ്. ആ ഒരു ഫോട്ടോയിൽ കുറെ ഐറ്റംസ് ഉണ്ടാവുന്നതാണ് പറയുന്നത് ഗൈസ്. സോ പക്ഷേ ആ ഒരു ഫോട്ടോ 15 സെക്കൻഡ് മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ കേട്ടോ? ഓൺലി 15 അവിടെ സെക്കൻഡ്. നോക്കിയിരുന്നോ? 3, 2, 1. 3, 2, 1, start. അയ്യോ 2, 1. Pen down. ഓക്കെ ഞാൻ വായിക്കാം. ഫുട്ബോൾ, ബാറ്റ്, ബോക്സ്, ടേബിള്, ചെയർ, ക്ലോക്ക്, ഡക്ക്, ബുക്ക്, ഷെൽഫ്, ബോർഡ് മറ്റേ റൈറ്റ് ബോർഡ്, മറ്റേ ബോർഡ്, പെൻസിൽ അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ബെഞ്ച്. ബെഞ്ചുണ്ട്. അതന്നെ ടേബിള്. ടേബിളാണ് ബെഞ്ച്. അല്ല അത് വേറെ വേറെ ടേബിൾ. ബെഞ്ച്. ബെഞ്ച് ശരിയാണ്. ബുക്ക്, പെൻസില്, ബോക്സ്, ബോർഡ്, ഡക്ക്. വീണ്ടും ക്യാറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്? ഇല്ല. ക്യാറ്റ് അല്ല. ഡക്ക്, ബോള്, ബാറ്റ്, ബോർഡ്, ഡോള്, ഡെസ്ക്, ചെയർ, ക്ലോക്ക്, ഷെൽഫ്, ബോക്സ്, ഡസ്റ്റർ. ഡസ്റ്റർ ഉണ്ടോ? ഒരു ബോർഡുള്ളപ്പോ ഡസ്റ്റർ ഉണ്ടാവില്ലോ. എടാ കള്ളാടാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഹാറ്റ് ഉണ്ടായിരുന്നല്ലേ? ഹാറ്റ്, വാച്ച്, നോട്ടീസ് ബോർഡ്, ഈ 3 എനിക്ക് ടെഡി, ഈ 4 എനിക്ക് മിസ്സായിരിക്കും. ബാക്കിയെല്ലാം എഴുതിയല്ലേ ഞാൻ.
അടുത്ത റൗണ്ട് വരട്ടെ. ഗൈസ് അടുത്ത റൗണ്ടില് ഇനി എന്ത് ടൈപ്പ് ഓഫ് പിക്ചർ നമുക്ക് അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ സെയിം ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അമ്മേ Time starts now. നോക്കുമ്പോ ബാറ്റ്, ബോള്, ബോർഡ്, ബോക്സ്, ഷെൽഫ്, ക്ലോക്ക്, ക്ലോക്കില്ല, ചെയർ, ഡെസ്ക്, ചെയറില്ല വെട്ടി, ഡെസ്ക്, ടെഡി, റോളർ ചെയർ, മറ്റേ ഉന്തുവണ്ടി, അവിടെ ഒരാളെ ഇരുത്തിയിട്ട് കൊച്ചിനെ ഹാറ്റ്, തൊപ്പി, ബോട്ടില്, ബോട്ടിലില്ലേ ഷെൽഫിനകത്തൊന്നുമില്ല. എനിക്ക് അങ്ങനെ അല്ല, എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. അപ്പൊ 1 2 3 4 5 6 7 8 9. ഞാൻ ചോദിക്കാം. ക്ലോക്ക് ഇല്ലല്ലോ. ഇല്ല. ടെഡി, ക്യാപ്പ്, മറ്റേ ബേബീന്റെ ബേബി വണ്ടി അത്, പിന്നെ ബോള്, ബാറ്റ്, ബോക്സ്, പിന്നെ ടേബിള്, ചെയർ കൂട്ടുവോ? കൂട്ടില്ലല്ലോ. ഡക്ക്, എന്താ ഷെൽഫ്, പെൻസില്, വാച്ച്. 8 9 10 11. സംബന്ധം എനിക്കില്ല മനസ്സിലായി, പക്ഷെ അതിന്റെ പേര് പറഞ്ഞു. സൂപ്പർ. മനസ്സിലാവുള്ളല്ലോ. ട്രോൾ ചെയ്തിട്ടുണ്ട്. ട്രോൾ ടെഡി, ബേബി കാട്ട്, ഡക്ക്, ബേക്കറി. 2 3 4 പോയിന്റ്. എടി നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ടിലെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ്, ഇവിടെ ഒരു ഫോട്ടോ കാണിക്കും. ആ ഫോട്ടോയിൽ കുറെ ഒബ്ജക്റ്റ് ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ആ ഒബ്ജക്റ്റ് എല്ലാം എഴുതണം ഗായ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രൂ ഓരോ ലെറ്റർ പറയും. ആ ലെറ്ററിൽ തുടങ്ങുന്ന ഒരു ഒബ്ജക്റ്റ് ആ ഫോട്ടോയിൽ ഉണ്ടാവും. ആ ഒരു ഒബ്ജക്റ്റ് ആണ് ഗായ്സ് ഒക്കെ നമ്മൾ എഴുതേണ്ടത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് നല്ല മൊത്തം എഴുതാൻ പറ്റില്ല. ആ ഒബ്ജക്റ്റിന്റെ പേര് നമുക്ക് അറിയത്തില്ലല്ലേ. അതാണ് ഓക്കെ. 10 സെക്കൻഡ് ആണ് ഫോട്ടോ കാണിക്കുള്ളൂ. അതും വലിയ ടാസ്ക് ആണ്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ സി ആണ് ലെറ്റർ. ആ സിയിലുള്ള സാധനങ്ങൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, വേറെ സാധനങ്ങൾ എഴുതാൻ പാടില്ല. സിയിൽ തുടങ്ങുന്ന മാത്രമേ എഴുതാവൂ. കേട്ടല്ലോ? ബാക്കിയുള്ളതിന്റെ പേര് അറിഞ്ഞോളൂ. സി വെച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു. ആ എഴുതി. എന്നെ നോക്കിയതില്ലടാ. എടാ കള്ള. കണ്ണ് നേരെ കൊമ്മന്റെ അല്ല, കൊമ്മന്റെ അല്ല, ഡോമിന്റെ അല്ല. എന്റെ എനിക്കത്ര അറിയത്തുള്ളൂ. ഞാൻ പറയാം. ക്യാരറ്റ്, കേക്ക്, ക്രോ, കോക്കനട്ട് ട്രീ. 1 2 3 4. ഞാൻ നോക്കിയിട്ടുണ്ടില്ല. ക്രോ ഉണ്ടായിരുന്നു. 1 2 3 4. അത് തന്നെ കോക്കനട്ട് ട്രീ ആണത്. പാം ട്രീ ആണോ? ഇവിടെ നമ്മള് കേരളക്കാരാണ് ബ്രോ. പാം ട്രീ ആണെങ്കിൽ പാം ട്രീ ആണോ? എന്നാ വിട്ടോ. നമ്മള് കേരളക്കാര് അങ്ങനെയുള്ള നമ്മള് തെങ്ങുന്ന പറയത്തുള്ളൂ. കോക്കനട്ട് ഇല്ല, കോക്കനട്ട് ഇല്ലല്ലോ. ക്രോയെ കേക്ക്. ആ 3 പോയിന്റ്. ആമീസ് ഏതൊക്കെ? കേക്ക്, ക്യാരറ്റ്. കേക്കും ക്യാരറ്റ്, കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീ തെറ്റായതുകൊണ്ട് 2 മാർക്ക് ആയിസോ ആമീസിന്. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ലെറ്റർ ഏതാ? അടുത്ത ലെറ്റർ ഇ ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ലെറ്റർ ഇ ആണ്. ഇ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. 3 2 1. എന്തത്? ഒന്നും മനസ്സിലാണില്ലല്ലോ. അയ്യോ, ഞാൻ കണ്ടില്ലടേ. ഞാൻ ഒന്ന് കണ്ടല്ലോ അതിനകത്ത്. എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഈ വെച്ചിട്ട്? ഞാനാകെ ഒന്നേ കണ്ടുള്ളൂ. നന്നായി. ഞാൻ 2 കണ്ട്. ബാക്കിയുള്ള പേരൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ 3 ഉണ്ട്. 3 കുട്ടീനെ നോക്കുന്നു കൊമ്പൻ. ഞാൻ എഴുതിയത് ഇയറും 8ഉം. എൽഫ്. എൽഫ് എന്താ? എൽഫ് 8 ഇയർ. എൽഫ് എന്താ സാധനം? എൽഫ് ശരിയാണോ? ഇയാള് CBSE പഠിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ? ഈറ്റല്ല, ഒറ്റ സാധനം പാതിലുള്ളൂ. അപ്പൊ പാതി കടിച്ചിട്ട് തേങ്ങാക്കൊല 1. എൽഫ് എന്താ സാധനം? അതെന്താ ക്യാരക്ടർ ആണത്? ക്രിസ്മസിന് തീം ആയിട്ടുള്ളത്. ടോപ്പ് റൗണ്ടില് പിന്നെ കാർട്ടൂണിലെല്ലാം ഈ സാധനമൊക്കെ ഉള്ളതാ. ഇതെന്താ ഇത്? എനിക്ക് 2 കൊമ്പന് 1, ഇവിടെ വിളിക്ക് 3.
ഈ 8 ഞാൻ കണ്ടില്ലല്ലോ ഇതിനകത്ത്. ഇട്ടുണ്ടായിരുന്നു എന്തായാലും എൽഫ് അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഗൈസ്. അപ്പൊ 2 മാർക്ക് കിട്ടിയില്ല. ക്രിസ്മസിന് വരുന്ന തീമാ. ആണല്ലേ? ഓ ടീമാണ്, സീനാണ്. ടീം അല്ലടാ ടീം എന്നാണ് പറഞ്ഞത്. ആ പല്ലിൽ ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ടീം. ഓക്കെ, ക്ഷമിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ പി ആണ് ഗൈസ്. ഒക്കെ അടുത്തത് പി. 3, 2, 1 കാണിക്ക. എനിക്ക് സമയം കളയാണല്ലോ. അതന്നെ. എന്താ Time starts now. അയ്യോ അത് ഞാൻ എന്താന്ന് പറഞ്ഞു ഓർമ്മ എന്താ ഞാനും ഒരെണ്ണം മാത്രമേ ഉണ്ടല്ലോ. ഞാനും ഒരെണ്ണം മാത്രമേ ഉണ്ടല്ലോ. എത്ര ഉണ്ട്? ഞാൻ 3 എഴുതി. എടാ ഞാൻ ഒരെണ്ണം കണ്ട് അത് കഴിഞ്ഞ് വേറെ തപ്പിക്കൊണ്ടിരുന്നു. അതാണ് പ്രശ്നം ഈ ചാലഞ്ചിന്റെ. നീ ഓർമ്മയുള്ളത് ഏത്, കണ്ടത് ഏത്? എടാ അത് ഞാൻ പറഞ്ഞ നന്നായി. എന്നാ പീന്ന് എഴുതി വെച്ചോ, ഓർമ്മ വിട്ടും പോയതാ. ഞാനാ കുട്ടീനെ നോക്കിയത്, കുട്ടി കാണിച്ചെടുക്കല്ലേ? മനസ്സിലായില്ലടാ അവളെ എഴുതിച്ചാൽ അവൻ നോക്കി, നിന്റെ നോക്കിയതെന്ന് കാണിച്ചെടുക്കല്ലേ? അങ്ങനെ അടച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഞാനൊരു പൊട്ടത്തെറ്റ് എഴുതിയിട്ടുണ്ട്. എന്തായാലും മിക്കവാറും പൊട്ടത്തെറ്റ് ആവും അത്. ആണല്ലേ? എടി അതെന്തായിരുന്നേ? സമയം കഴിഞ്ഞോ? 4, 3, 2, 1. കൊമ്പ വായിക്കുക. വായിക്ക്. പ്ലാനറ്റ്. പ്ലാനറ്റോ? planet. Okay. ശരിയാണോ? ശരിയാ? ശരിയാ. പ്ലാനറ്റാ. പ്ലാന്റോ? പ്ലാന്റ് ഉണ്ടായിരുന്നല്ലോ. ഇല്ല. പ്ലാന്റ് ഇല്ല. പ്ലാനറ്റ് ആണല്ലേ? ഞാൻ പ്ലൂട്ടോന്ന് എഴുതി. പ്ലൂട്ടോയാ? Plutoya. ഫോണ് മറ്റേന്താ? Phone. അപ്പൊ ഒരു മാർക്ക്. പക്ഷെ പ്ലാനറ്റ് എന്ന് പറയുമല്ലേ അതിനകത്ത് ചിന്തിച്ചില്ല. എല്ലാവർക്കും ഒന്നാണല്ലോ. എനിക്കൊന്ന് അത് ഞാൻ വിചാരിച്ചിരുന്നു. എടി ഫോണാണ് ഞാനാണെങ്കിലും എന്റെ മൈൻഡിലുണ്ടായിരുന്നത്. പ്ലൂട്ടോന്ന് എഴുതിയുടെ ഒരു പേരിട്ടാണ്ട്. Answers. അതെന്താ? Wow. PAW. അയ്യേ, നിനക്കറിയില്ല. എന്നാ നമുക്കറിയില്ല. പോകുന്നില്ല. ഞാൻ കണ്ടില്ലായിരുന്നു. നന്നായി. അറിയാം, പക്ഷെ കണ്ടില്ലായിരുന്നു. അതങ്ങനെ ഒരെണ്ണം നോക്കിയിട്ട് ഇപ്പഴത്തേക്ക് വന്നപ്പോ എന്റെ ഫോൺ എന്റെ മൈൻഡിൽ നിന്ന് പോയിട്ട്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും അതിൽ 1 മാർക്കാണ് എല്ലാവരും കിട്ടിയിട്ടുള്ളത് ഗായ്സ്. അപ്പൊ ഇനി അടുത്ത ലെറ്റർ ഏതാ? ബി ആണ് ഗായ്സ്. ഒക്കെ ബി ആണ് അടുത്ത ലെറ്റർ. ABC എടുത്ത് ബി. 3, 2, 1. ഇതിപ്പം എന്തൊരു ഇഷ്ടം. ഇതിപ്പം ഒന്നുമില്ലല്ലോ. പീലി കണ്ടറിയല്ലേ എന്റെ കയ്യിനെ ഞാനും അടച്ചൊക്കെ നോക്കിയതു. പേപ്പർ കയറല്ലേ? ഞാൻ വായിക്കാം. ബ്രെയിന്, ബൈസിക്കിള്, ബ്രഷ്. അത് മറ്റേ അങ്ങനെ വടിയിൽ ഇങ്ങനെയുള്ള ഏത് ബ്രഷ്? ബ്രഷ് എന്നല്ല പറയുന്നത്. പിന്നെ കുഴപ്പമില്ല. എന്റെ ബൈസൈക്കിള് ബ്രെയിന്. ഞാനത് തന്നെ എഴുതിയുള്ളൂ. ബൈസൈക്കിളും ട്രെയിനും എല്ലാവർക്കും സെയിം ആണല്ലോ. സംഭവം ചെറിയ ഡൗട്ടുണ്ട്. ആൻസേഴ്സ് അതെന്താ? സ്റ്റിക്ക് ആണത്. എടാ എന്താ അത്? നമ്മള് ബ്രഷ് പല്ലേക്കത്തില്ലെങ്കിലും ബ്രഷ് വെച്ചിട്ട് പെയിന്റ് അടിക്കണം. പെയിന്റ് അടിക്കാൻ പല്ലേക്കില്ലല്ലോ. അല്ല മറ്റേ ടൂത്ത് ബ്രഷാ. ഒരു അറ്റത്ത് നൂല് പോലത്തെ സാധനങ്ങൾ വന്നാൽ അത് ബ്രഷാണ്. പിന്നെ ഉപയോഗം അനുസരിച്ച് പേര് മാറും. തൂക്കണ്ടതാ. തൂക്കാന് അത് മറ്റേതല്ല, ത്രാസല്ല. തൂക്കുന്നത് കൊടുക്ക്. എല്ലാവർക്കും 2 പോയിന്റ് വെച്ച് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് കുറെ നേരമായിട്ട് എല്ലാരും ഓരോ പോയിന്റ് ആണല്ലോ. Letter A. എ ആണ് അടുത്ത ലെറ്റർ. ഓക്കെ, എ. ഇപ്പൊ എന്തൊരു ഇഷ്ടം. Time starts now. സോ ഫാസ്റ്റ് ആണ് ബ്രോ. ചെയ്യാനാ കേനാ? സമീനാ? നിന്റെ കേനാ? ആലോചിച്ചോ? സമയം കഴിഞ്ഞോ? ഞാൻ രണ്ടല്ലേ. ഇനി ഓർമ്മ വിട്ടിരുന്നുണ്ടോ? അത്ര അവരുടെ എയറോപ്ലെയിന്, ആക്സ്, ഏലിയാണ്. ആക്സ് ഉണ്ടായിരുന്നു അതിനകത്ത് അല്ലേ? എയറോപ്ലെയിനും ഏലിയനും 3. ഞാൻ ആക്സിന് എഴുതുന്ന പകരം ഹാമറിന് എഴുതി പോയി. ആക്സിന് എഴുതാൻ നോക്കി. പിന്നെ കൂട്ടിയിട്ടാണ് ഹാമർ. നല്ല ബുദ്ധിയാണല്ലോ അതിന്റെ ആക്സിന് എഴുതാൻ പോയി, പക്ഷെ അറിയാതെ ആ ഹാമറിന് എഴുതി പോയി. ഇപ്പൊ 1 മാർക്ക്. അപ്പൊ 1 മാർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എയറോപ്ലെയിൻ കണ്ടില്ല? എയറോപ്ലെയിൻ ഉണ്ട്, പക്ഷെ കണ്ടില്ലേ നീ? കണ്ടു, പക്ഷെ ഗൈസ്. അപ്പൊ എന്തായാലും ഇവിടെ 3 മാർക്ക് കിട്ടിക്കണ. കൊമ്പനത്ര 2, മിസ്സിന് 1. അപ്പൊ അവിടുത്തെ എസ് ആണ് ലെറ്റർ. എസ്. 3, 2, 1.
Time starts now. എടാ ഞാൻ ഒന്നും കണ്ടില്ലേ അത് എടി ഞാൻ തിരിച്ചൂട്ടി എന്തോളെ കാണിച്ചു കൊടുക്കലട്ടാ കുമ്പച്ചേട്ടൻ നോക്കിയാൽ നമ്മൾ ഡീറ്റെയിൽ ഒളിഞ്ഞു നോക്കുന്നു കഴിഞ്ഞോ ആ പറ സൺ എവിടെ ഇല്ലല്ലേ മേടിക്കോ ആ ആമിസ് എന്തൊക്കെ എഴുതി സ്നെയിലും ആ. സ്റ്റാറും സ്റ്റാർ ഉണ്ടോ സ്റ്റാർ ഫിഷ് സ്നെയില് കൊച്ചുണ്ടേല് വേറൊന്നും എഴുതിയില്ല ഷെല്ലുണ്ടല്ലേ ഷെല്ലുണ്ടായിരുന്നതിൽ കണ്ടില്ലല്ലോ സ്റ്റാർ ഫിഷ് ഓ അതിന് ഷെല്ല് അയ്യോ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നോ സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ ലൊക്കെ അറിയാമോ മറ്റേ ജിമ്പിലുണ്ടല്ലോ ജിമ്പിൽ പോയിട്ട് ഡമ്പല് ജിംബല് ഇതാണ് പ്രശ്നം മൊത്തം തലയിനൊക്കെ സോറി ജിംബല് മറ്റേ ക്യാമറ ഡമ്പലിന്റെ അത് ഞാൻ ലോക്കായി പോയി അത് വേറെ എന്താ ഉള്ളതെന്ന് ഞാൻ ഈ പ്രാവശ്യം കൊമ്മല്ലോ സ്കോർ ചെയ്ത് എല്ലാരും ടോപ്പാണ് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അതെ ലൈക്ക് ചെയ്യാ അപ്പൊ എല്ലാരും മാർക്ക് ഒന്ന് പറഞ്ഞേ ആമീസിന്റെ മാർക്ക് 46 76 എന്റെ കെംസിക്കുമ്പൻ 55 76 എന്റെ ആഷിക് DB 72 ഗൈസ് ഓക്കെ രാജ്ദീപ് അങ്ങനെ ഒരു കളി ജയിച്ചു അതെ കളിച്ച് ജയിച്ചു ഒരു കളി എത്ര നാളായില്ല രാജ്ദീപ് ഒരു കളി ജയിച്ചിട്ട് ഇപ്പൊ ജയിച്ചാലും പ്രശ്നമായത് അതാ അല്ല നമ്മൾ ജയിച്ച അംഗീകരിക്കണം ആണല്ലേ വെൽ ഡൺ മൈ ബോയ് വെൽ ഡൺ ഓക്കെ താങ്ക് യു ആ വെൽഡി മൈ ബോയ് വെൽഡി ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ അടുത്തൊരു കിലോ ചാനൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ